തൃത്താല ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിസംബർ 15-ന്. 1978-79 അധ്യയന വർഷത്തിൽ തൃത്താല ഹൈസ്കൂളിൽ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ദളങ്ങളുടെ ഈ വർഷത്തെ സംഗമം ഡിസംബർ 15-ന് തൃത്താല KMK ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓർമ്മ പങ്കുവയ്ക്കൽ, പൂർവ്വ അധ്യാപകരുടെ ഓർമ്മ പങ്കിടൽ, ഡിജിറ്റൽ മാഗസിൻ പ്രകാശനം, ഭാവി പ്രവർത്തന രൂപരേഖ അവതരണം, കലാപരിപാടികൾ എന്നിവ സംഗമത്തിന്റെ ഭാഗമായി നടക്കും. വിദ്യാലയം വിട്ട് 41 വർഷങ്ങൾക്ക് ശേഷം ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ രൂപീകരിച്ചതോടെയാണ് ദളങ്ങൾ വിടർന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2022-ലാണ് തൃത്താല ഹൈസ്കൂളിൽ വെച്ച് ആദ്യ സംഗമം നടന്നത്. 350ഓളം പൂർവ്വ വിദ്യാർത്ഥികളിൽ ആദ്യ സംഗമത്തിൽ തന്നെ 200-ലധികം പേർ പങ്കെടുത്തു. 164 പേർ ഇതിന്റെ സ്ഥിരാംഗങ്ങളാണ്. വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലുമായി ചേക്കേറിയിട്ടുള്ള പലരും ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ട്. അവരിൽ പലരും ഈ സംഗമത്തിന്റെ ഭാഗമാവാൻ എത്തിച്ചേരും. കഴിഞ്ഞ 3 വർഷങ്ങളിലായി ദളങ്ങളുടെ പ്രവർത്തകർ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുകയും കൂട്ടത്തിലുള്ള ഒരാൾക്ക് സ്വപ്നഗൃഹം പൂർത്തിയാക്കുവാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകുമെന്ന് ദളങ്ങളുടെ സെക്രട്ടറി MG പ്രേംകുമാർ, പ്രസിഡന്റ് VM രാജീവ്, N സുബ്രഹ്മണ്യൻ, ശങ്കരനാരായണൻ എന്നിവർ അറിയിച്ചു. ഞങ്ങൾ 1978-79 തൃത്താല ഹൈസ്കൂളിൽ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ. ഏകദേശം 40 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് വീണ്ടും ഒരു സംഗമത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയത്. 41 വർഷങ്ങളോളം കഴിഞ്ഞ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപപ്പെടുകയും ആ വാട്സപ്പ് കൂട്ടായ്മകളിൽ നിന്നും ഞങ്ങൾ ആദ്യ സംഗമം 2022 ആഗസ്റ്റ് 14-ന് ഞങ്ങൾ തൃത്താല ഹൈസ്കൂളിൽ വെച്ച് തന്നെ ആദ്യ സംഗമം നടത്തി. അതിൽ 200-ൽ പരം, ഏകദേശം ഞങ്ങളാകെ 350 പേരാണ് അന്ന് 353 പേരാണ് അന്ന് 8 ഡിവിഷനിലായിട്ട് പഠിച്ച് പുറത്തിറങ്ങിയത് 78-79. അതിലെ 250-ൽ പരം ആളുകൾ അന്ന് ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തു. അതിനൊരു വലിയ വിജയമായിരുന്നു. ഇന്ന് 2 വർഷം കൂടെ കഴിഞ്ഞു. ഞങ്ങൾ ഓരോ വർഷവും ഇപ്പോൾ ഞങ്ങൾ സംഗമം നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം തൃത്താല KMK ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. ഈ വർഷവും ഈ വരുന്ന ഡിസംബർ 15-ാം തീയതി KMK ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞങ്ങളുടെ സംഗമം നടത്താം. ഞങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് ഞങ്ങളുടെ പേര് ദളങ്ങൾ എന്നുള്ളതാണ്. ഈ വർഷം ഞങ്ങൾ എല്ലാവരും ഏകദേശം 1964-ൽ ജനിച്ചവരായിരിക്കും എന്നുള്ളതുകൊണ്ട് 2024-ൽ ഷഷ്ടിപൂർത്തി പൂർത്തിയാക്കുന്നതിൻ്റെ പേരിൽ ഇത്തവണത്തെ ഞങ്ങളുടെ സംഗമത്തിന് ഷഷ്ടി എന്നുള്ള പേരിലാണ് ഞങ്ങൾ ഈ സംഗമം നടത്തുന്നത്. ഇതിൽ വിവിധ മേഖലകളിൽ, തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്ത് പല ഭാഗങ്ങളിൽ, രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും തന്നെ പല ഭാഗങ്ങളിൽ, അമേരിക്കയിലും വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയാണിത് ഞങ്ങളുടെ ദളങ്ങൾ എന്നുള്ളത്. അവരൊക്കെ തന്നെ ഈ വിദേശത്തുള്ള പലരും ഞങ്ങളുടെ ഈ ഒരു സംഗമത്തിന് ദിവസം ഇവിടെ എത്തിച്ചേരുകയും ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ഈ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങളുടെ പല പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. ഞങ്ങളിത് കൂടാതെ ഓരോ വർഷത്തിലും ഓരോ ആഘോഷം എന്നതിലപ്പുറത്ത് എല്ലാവരെയും ചേർത്ത് പിടിക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ളവരെ സഹായിക്കുക, കൂട്ടത്തിലുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം കൂടെ ഞങ്ങൾ ദളങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പലർക്കും ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ സാന്ത്വന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും. അതിൽ കൂട്ടത്തിൽ എടുത്തു പറയാൻ കഴിയുന്നത് ഞങ്ങളുടെ തന്നെ കൂട്ടത്തിലെ ഒരാളുടെ സ്വപ്ന ഭവനത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. അത് ഏകദേശം പൂർത്തിയാക്കി വീട് നിർമ്മാണം കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഞങ്ങൾ 3 വർഷമായിട്ട് ഞങ്ങൾ നടത്തി വരുന്നത്. ഇപ്പോഴും ഇതിനകത്ത് 165 അംഗങ്ങൾ സ്ഥിരാംഗങ്ങളായിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ ഓരോ പരിപാടികൾക്കും വരുന്ന 250ഓളം ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഈ ദളങ്ങൾ എന്ന സംഘടനയെക്കുറിച്ചും ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ചും നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനുള്ളത്. അപ്പോൾ ഈ വർഷത്തെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു, 60 വയസ്സാവുകയാണ് മിക്കവാറും ആളുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷഷ്ടി എന്ന പേരിലാണ് ഞങ്ങൾ ഈ സംഗമം നടത്തുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മുടെ പൂർവ്വ അധ്യാപകരെ, ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ 2-3 കാര്യങ്ങൾ പുതിയതായിട്ട്, ഒന്ന് ഞങ്ങളുടെ ഓർമ്മകളെ ആ കാലത്തുണ്ടായിരുന്ന സ്കൂൾ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർമ്മകളെ വെച്ചിട്ട് നമ്മളൊരു ഡിജിറ്റൽ പതിപ്പ് തയ്യാറാക്കി ഇറക്കുന്നുണ്ട്. പിന്നെ അവിടെ സെഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു
ഓർമ്മകൾ പങ്കിടലാണ്. എല്ലാ ആളുകളെയും അവരവരുടെ ഓർമ്മകൾ പങ്കിടുന്ന ഒരു സെഷൻ വെച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ ക്ലാസ്സിലെയും കേക്ക് 60-ാം വർഷത്തിൻ്റെ ഭാഗമായിട്ട് കേക്ക് കട്ട് ചെയ്ത പരിപാടിയുണ്ട്. അതുപോലെ കലാപരിപാടികൾ നമ്മളെ ഇതിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പാട്ടുകാരും മറ്റു കലകൾ ഉള്ള ആളുകളുണ്ട്. അവരുടെ അവതരണങ്ങളുണ്ടാവും. ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം നമ്മുടെ കുടുംബാംഗങ്ങൾ പല രീതിയിൽ വ്യത്യസ്ത പരിപാടികൾ അവതരിപ്പിക്കുന്ന കുടുംബാംഗങ്ങൾ ഉണ്ട്. അവരുടെ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാവിലെ 9 മണിക്ക് തുടങ്ങി വൈകുന്നേരം 4 മണി വരെ നിൽക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ് നമ്മളതിനെ കണ്ടിരിക്കുന്നത്. അതിനുവേണ്ട ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ ഏകദേശം 3 ലക്ഷം രൂപയോളം കളക്ട് ചെയ്ത് അവർക്ക് ഒരാളുടെ വീട് പൂർത്തീകരിച്ചു ഈ വർഷം എന്നുള്ളതാണ് ഞങ്ങളുടെ വർഷം നടത്തിയ ഒരു പ്രധാന പ്രവർത്തനം. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളോ അല്ലെങ്കിൽ അവരുടെ അങ്ങനെ കുടുംബാംഗങ്ങളൊക്കെ കല്യാണങ്ങൾ അതുപോലെ തന്നെ അവരുടെ വീട്ടിലുണ്ടാകുന്ന ഇതൊക്കെ നമ്മൾ കൂട്ടായി പങ്കെടുക്കുകയും അതുപോലെ മരണത്തിലൊക്കെ കൂട്ടായി അവരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മളെത്താറുണ്ട്. അങ്ങനെ ആ രീതിയിലുള്ള ഒരു കൂട്ടായ്മയാണ് ജലങ്ങൾ എന്ന് പറയുന്നത്. തല ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പഠിച്ച് അവിടെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഞാനും അവിടെ ഒരു മോഹൻകുമാർ മാഷുണ്ട്. 2 പേരും അവിടെ തന്നെ അധ്യാപകരായ ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു സ്ഥാപനം നമ്മൾ എങ്ങനെയാണ് വാർത്തെടുത്തത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ കാര്യങ്ങളിൽ ആ സ്ഥാപനം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടപെടാറുണ്ട്. അതിന് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടുന്നുണ്ട്. അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ആ സ്കൂൾ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ഈ ബന്ധങ്ങളുടെ ആഗ്രഹം. സൗഹൃദങ്ങൾ തമ്മിലുള്ള ബന്ധം, ആ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുക എന്നുള്ള ചെറിയൊരു ഉദ്ദേശം ഞങ്ങളുടെ ഉള്ളത്. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. കാരണം ആരും രക്തബന്ധങ്ങൾക്ക് ഒരു വരിയില്ല. അപ്പം പഴയ സൗഹൃദങ്ങൾ, ആ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വൈകിപ്പോയി എന്നുള്ള കാര്യം സംശയിക്കാത്ത കാര്യമാണ്. അപ്പം ഞങ്ങൾ 3ാമത്തെ തവണയാണ് ഞങ്ങൾ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ വയസ്സ് 60 കഴിഞ്ഞെങ്കിലും ഞങ്ങൾ അടുത്ത 15-ാം തീയതി ഞങ്ങൾക്ക് വയസ്സ് 16. ആ പഴയ 10ാം ക്ലാസ്സിൻ്റെ കാലഘട്ടത്തിലുള്ള ആ പ്രായമായിരിക്കും ഞങ്ങൾക്ക്. ആ ഒരു പ്രസരിപ്പോട് കൂടിയിട്ട് അന്നത്തെ പരിപാടി ഞങ്ങൾ വളരെയധികം ഭംഗിയായിട്ട് കൊണ്ടുപോകും. എന്നെന്നും ഓർമ്മിക്കാൻ എല്ലാവർക്കും അവരവരുടെ മനസ്സിൽ ഓർമ്മ വയ്ക്കാനും അത് ആസ്വദിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഈ വരുന്ന 15-ാം തീയതി. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.